നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പിത്താശയത്തിലെ കല്ലുകൾ നീക്കം ചെയ്യാനുള്ള ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഡെനി ജോസഫാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പലതവണ കേൾക്കുന്ന ഒരു വിഷയമാണ് പിത്താശയത്തിലെ കല്ല് മൂലമുള്ള പ്രശ്നങ്ങൾ. അത്തരം ഒരുപാട് വിഷയങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതെന്താണ്? എത്ര തരം കല്ലുകൾ പിത്താശയത്തിൽ ഉണ്ട്? ഈ ഒരു വിവരത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പിത്തസഞ്ചിയിലെ കല്ല് പല വിധത്തിലുണ്ട്. പ്രധാനമായും പിത്തസഞ്ചിയിലെ കല്ല് കൊളസ്ട്രോൾ അടിഞ്ഞുണ്ടാകുന്ന ഒരു കല്ലുകളാണ് പ്രായമായവരിൽ മെയിനായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള കല്ല് പ്രായമായവരിൽ കൊളസ്ട്രോളിന്റെ റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് ഇതിനായിട്ടുള്ളത്. അല്ലാതെ കാണുന്ന കല്ല് എന്നുള്ളത്, പിത്തസഞ്ചിയിലെ കല്ല് എന്നുള്ളത്, ചിലവർക്ക് രക്തസംബന്ധമായ ഹീമോലൈസിസ് എന്നുള്ള ഒരു അസുഖമുണ്ട്. ഈ അസുഖമുള്ളവരിൽ രക്തം കൂടുതലായിട്ട് കുറഞ്ഞ് കല്ലുണ്ടാവുന്നുണ്ട്. ഈ രണ്ട് കാരണമാണ് പിത്തസഞ്ചിയിലെ കല്ലിന് കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഈ കാരണമുള്ളവർക്ക് പിത്തസഞ്ചിയിലെ കല്ല് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പ്രായമായവരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വരാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണ്? ഇത് ഉണ്ടാകാനുള്ള കാരണം പിത്തസഞ്ചിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷൻ ചില കാരണങ്ങളാൽ പിത്തസഞ്ചിയുടെ അനക്കം നഷ്ടമാകും. പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്ത് ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ട് പിത്തസഞ്ചിക്ക് അനക്കം കുറവായിരിക്കും. ഈ അവസരത്തിൽ രസം പിത്തസഞ്ചിയിൽ അടിഞ്ഞുകൂടുകയും അത് കല്ലുണ്ടായി തീരുകയും ചെയ്യും. ഈ പറഞ്ഞത് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ ചില കണ്ടീഷൻസ്, അതായത് ബ്ലഡ് കുറഞ്ഞ ഹീമോലൈസിസ്, തലാസിമിയ, ഈ അസുഖങ്ങളിലും കൂടുതലായി കാണും. പ്രായമായവർ നമുക്കറിയാം കൊളസ്ട്രോൾ പല കാരണം കൊണ്ട്, ആഹാര രീതി കൊണ്ട്, പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നവർക്ക് കൊളസ്ട്രോൾ ആണ്. ഈ കൊളസ്ട്രോൾ പിത്തസഞ്ചിയിൽ അടിഞ്ഞ് കല്ലായി മാറും. ഇത് രണ്ടുമാണ് പിത്തസഞ്ചിയിലും പിന്നെ ഈ പറഞ്ഞ പോലെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുന്ന പ്രഗ്നൻസി, ഈ സമയത്താണ് കൂടുതലായിട്ട് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൽ കല്ലുണ്ട്, പിത്താശയത്തിൽ കല്ലുണ്ട് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാതെ തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുമോ? നമുക്ക് മിക്ക പിത്തസഞ്ചിയിലെ കല്ലുകൾക്കും സിംറ്റം ഒന്നും കാണുകയില്ല. അപ്പൊ മിക്കവാറും ഈ പിത്തസഞ്ചിയിലെ കല്ല് ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറെ എന്തെങ്കിലും കാരണത്തിന് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഇൻസിഡന്റൽ ആയിട്ട്, അതായത് അവിചാരിതമായി കണ്ടെത്തുന്ന കല്ലുകളാണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ. അപ്പൊ ആ ഒരു കല്ല് കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പിത്തസഞ്ചിയിലെ കല്ല് ഇതേപോലെ തന്നെ ഭൂരിഭാഗം പേർക്കും അതിന് പ്രത്യേകിച്ച് സിംറ്റം ഒന്നും കാണില്ല. പിന്നെ ആർക്കാണ് അതിന് ചികിത്സ വേണ്ടത്? ചില കേസുകളിൽ പിത്തസഞ്ചിയിലെ കല്ലിന് ഡെഫിനറ്റ് ആയിട്ട് ചികിത്സ വേണ്ട എന്നുണ്ട്. അപ്പൊ ആ ചികിത്സ വേണ്ടവർക്ക് മാത്രമേ പിത്തസഞ്ചിയിലെ കല്ലുകൊണ്ട് പേടിക്കേണ്ടതുള്ളൂ. അതും ഭൂരിഭാഗം പേർക്ക്, 80% പേർക്കും അവർ മരിക്കുന്നവരെ പിത്തസഞ്ചിയിലെ കല്ല് അവിടെ ഇരുന്ന് വെച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും ഉണ്ടാവില്ല. പക്ഷെ ഒരിക്കലും അത് സിംറ്റം ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും അത് സിംറ്റം ഉണ്ടാക്കുവാനും ഭാവിയിൽ പല കോംപ്ലിക്കേഷൻസിലേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ഇതിനെപ്പറ്റി പേടിക്കേണ്ടതാണ്. അല്ലാത്തവർ ഇതിനെപ്പറ്റി അധികം പേടിക്കേണ്ടതില്ല. ഡോക്ടർ, ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഭക്ഷണക്രമങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമയത്ത് കഴിക്കേണ്ട ഭക്ഷണക്രമങ്ങൾ ഏതൊക്കെ തരം ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കേണ്ടത്? നമ്മൾ പിത്തസഞ്ചിയിലെ കല്ല് ഈ പറഞ്ഞ പോലെ തന്നെ ചില ആഹാര രീതികൾ കൊണ്ട് അത് കൂടുതലായിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ആഹാരങ്ങൾ, റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ ഇതുപോലത്തെ ആഹാരങ്ങൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിത്തസഞ്ചിയിൽ കൊളസ്ട്രോൾ കല്ലുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ആഹാരക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, പാക്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ഡ്രിങ്ക്സ്, കോള, അതുപോലത്തെ ഷുഗർ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നീട് കുറച്ച് പിത്തസഞ്ചിയിലെ കല്ലെന്നുള്ള അസുഖം കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത്. ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പം ആഹാരക്രമം ഒരു പരിധി വരെ കാരണമാണ്. പക്ഷെ ആഹാരക്രമം കൊണ്ട് മാത്രമല്ല ഇതുണ്ടാവുന്നത്. പിന്നീട് ഇവർക്ക് ശ്രദ്ധിക്കാവുന്ന കൂടുതൽ വെള്ളം എടുക്കുക, കുറച്ച് വ്യായാമം ചെയ്യുക, നടക്കുക, ഇതൊക്കെ ഒരു പരിധി വരെ പിത്തസഞ്ചിയിലെ കല്ല് ഉണ്ടാവുന്നത് തടയും. അതേപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം എടുക്കുക, ആഹാരം കഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ആഹാരം ഒരു സമയം അടുപ്പിച്ചെടുക്കാതെ 3 തവണ എടുക്കുന്ന ആഹാരം ഒരു 5-6 തവണയായിട്ട് എടുത്തു കഴിഞ്ഞാലും ഇത്
രോഗാവസ്ഥ തടയുന്നതിൽ ഒരു പരിധി വരെ സഹായകമാകും. ഡോക്ടർ നേരത്തെ പറഞ്ഞു ആദ്യം ഇത് കണ്ടതുകൊണ്ടോ ടെസ്റ്റ് ചെയ്ത് കണ്ടതുകൊണ്ടോ വലിയ പ്രശ്നമില്ല, പേടിക്കേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പേടിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടാവുമല്ലോ, ഈ ഡോക്ടറെ കണ്ട് മെഡിസിൻ ഒക്കെ എടുക്കേണ്ട ഒരു ഘട്ടം, അത് ഏത് ഘട്ടത്തിലാണ്? പിത്തസഞ്ചിയിലെ കല്ല് പേടിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അത് സിംറ്റം ഉണ്ടാക്കുവാണെങ്കിൽ മാത്രമാണ്. ഇപ്പൊ എന്താണ് സിംറ്റം? ഇപ്പൊ പല രോഗികളും പറയും പിത്തസഞ്ചിയിൽ കല്ലുണ്ട്, ഓപ്പറേഷൻ ചെയ്തു, പക്ഷേ ആദ്യമേ കുറെ നാളത്തേക്ക് കുഴപ്പമുണ്ടായില്ല, അതിനുശേഷം വീണ്ടും വേദന വന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തസഞ്ചിയിലെ വേദന ഓപ്പറേഷൻ ചെയ്യേണ്ട കേസുകളുണ്ട്. അതായത് പിത്തസഞ്ചിയിലെ കല്ല് 80% പേർക്കും കുഴപ്പമില്ലെങ്കിലും 20% പേർക്ക് അത് അവരുടെ കാലക്രമേണ അത് സിംറ്റമാറ്റിക് ആയി മാറും. സിംറ്റം എന്നുള്ളത് ഒന്നെന്നുള്ള വലത്തുവശത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വേദന, അത് കലശമായ വേദന 1-2 മണിക്കൂർ നീണ്ടു നിൽക്കും, 6 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. അത് ഷോൾഡറിലേക്ക് ഈ വേദന വ്യാപിക്കാം. അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ അത് മഞ്ഞപ്പിത്തമായിട്ട് വരാം. പിത്തസഞ്ചിയിലെ കല്ല്, പിത്തസഞ്ചിയിൽ അത് നീർക്കെട്ടുണ്ടാക്കാം, പാൻകേറ്റൈറ്റിസ് എന്നുള്ള രോഗാവസ്ഥ. ഈ രോഗാവസ്ഥ ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ പിത്തസഞ്ചിയിലെ കല്ലുകൊണ്ട് ഏതെങ്കിലും ഈ തരത്തിലുള്ള സിംറ്റംസ് ഒരിക്കലും ഉണ്ടായവരാണ് പിത്തസഞ്ചിയിലെ കല്ലിന് ചികിത്സ തേടേണ്ടത്. അല്ലാതെ ഒരു പിത്തസഞ്ചിയിലെ കല്ല് കണ്ടു എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഭൂരിഭാഗം പേര് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മേൽപ്പറഞ്ഞ സിംറ്റംസ് എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് 6 മാസത്തിനുള്ളിൽ അങ്ങനെ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ അവസ്ഥയിൽ അവർ സർജറിക്കായിട്ട് പോകണം. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ചികിത്സാ രീതിയെ പറ്റി പറയുമ്പോൾ തന്നെ ഏതുതരം ചികിത്സാ രീതികളാണ് ഈ ഒരു രോഗാവസ്ഥയിൽ ഉള്ളവർക്ക് ഉള്ളത്? അതുപോലെ തന്നെ ഈ ഒരു ചികിത്സ ചെയ്തതുകൊണ്ട് ഇത് പൂർണ്ണമായി മാറുമോ? ചികിത്സ ചെയ്തത് കൊണ്ട് ഇത് പിത്തസഞ്ചിയിലെ കല്ലിന് പിന്നീട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് മാത്രമായിട്ട് എടുത്തു തരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കിഡ്നിയുടെ കല്ലാണെങ്കിൽ നമുക്കതൊരു എൻഡോസ്കോപ്പ് പോലെ ട്യൂബ് വഴി അവിടെ പോയിട്ട് അത് എടുക്കാൻ പറ്റും. പക്ഷെ പിത്തസഞ്ചിക്ക് ഉള്ളിലേക്ക് എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റില്ല. എൻഡോസ്കോപ്പി ചെയ്ത് കല്ലെടുക്കുന്നതെന്നുള്ളത് പിത്തക്കുഴലിലാണ്. പിത്തസഞ്ചിയിലെ കല്ല് പിത്തക്കുഴലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മഞ്ഞപ്പിത്തമായിട്ട് വരും, അണുബാധയായിട്ട് വരും, പനി, കുളിര്, ഈ സിംറ്റംസ് കാണും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എൻഡോസ്കോപ്പി ERCP എന്ന ഒരു പ്രൊസീജിയർ വഴി പിത്തക്കുഴലില് പൈപ്പ് എൻഡോസ്കോപ്പി വഴി കല്ലെടുക്കുകയും ഒരു പൈപ്പ് ഇട്ട് പിത്തരസം ഒഴുക്കി വിടുകയും ചെയ്യും. പക്ഷെ പിത്തസഞ്ചിയിലെ കല്ല് അവിടെ നീർക്കെട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ പിത്തസഞ്ചി മൊത്തമായി എടുത്ത് കളയുക എന്ന് മാത്രമേ ഉള്ളൂ. പിത്തസഞ്ചിയിലേക്ക് എൻഡോസ്കോപ്പി ചെയ്ത് പിത്തസഞ്ചിയിലെ കല്ലെടുക്കാൻ പറ്റില്ല. എൻഡോസ്കോപ്പി വഴി എടുക്കുന്ന കല്ലുകൾ പിത്തക്കുഴലിലെ കല്ലുകളാണ്. അത് ERCP എന്നൊരു പ്രൊസീജിയർ വഴി നമുക്കത് എടുക്കാൻ പറ്റും. പക്ഷെ അത് എടുത്തതിന് ശേഷം അങ്ങനെയുള്ള രോഗികൾക്ക് പിത്തസഞ്ചി എന്നാണ് ഭൂരിഭാഗം പേർക്കും പിത്തക്കുഴലിലേക്ക് കല്ല് വരുന്നത്. അതുകൊണ്ട് പിത്തസഞ്ചി റിമൂവ് ചെയ്യുക തന്നെ ചെയ്യണം. ഡോക്ടർ, നമ്മൾ ഈ ഒരു രോഗാവസ്ഥയിൽ തന്നെ സർജറി ചെയ്യേണ്ട ഘട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതൊരു അവസ്ഥയിലാണ് നമ്മൾ സർജറി ചെയ്യേണ്ടതായിട്ടുള്ളത്? ഗുരുതര അവസ്ഥയിൽ സർജറി ചെയ്യണം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ അവസ്ഥകൾ, അതായത് പിത്തസഞ്ചി ബ്ലോക്ക് വരിക, പിത്തക്കുടലിന് ബ്ലോക്ക് വരിക, ഇത് ഗുരുതരമായ ഒരു രോഗാവസ്ഥയാണ്. അങ്ങനെയുള്ള രോഗാവസ്ഥയിൽ അണുബാധ ഉണ്ടാകും. കാരണം പിത്തരസം സാധാരണഗതിയിൽ നമ്മുടെ കുടലിലേക്ക് ദഹനത്തിനായിട്ട് ഒഴുകി വരണം. കുടലിന് ബ്ലോക്ക് വരികയോ പിത്തസഞ്ചിയിൽ നീർക്കെട്ട് വരികയാണെങ്കിൽ ആ അവസ്ഥയിൽ പിത്തരസം ഒഴുകി വരില്ല. അത് അവിടെ തന്നെ കെട്ടിക്കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ അണുബാധ ഉണ്ടാവും. അണുബാധ ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മൾ പൈപ്പിട്ട് അണുബാധ നീക്കിയതിന് ശേഷം പിന്നീട് അത് രോഗികൾക്ക്, ഇപ്പം ആരോഗ്യമുള്ള രോഗികളാണെങ്കിൽ ആദ്യ അഡ്മിഷനിൽ തന്നെ പിത്തസഞ്ചി റിമൂവ് ചെയ്യണം എന്നാണ് പറയണം. പക്ഷെ ചില രോഗികൾക്ക് രോഗാവസ്ഥ, അവർക്ക് മറ്റു പല അസുഖങ്ങൾ ഉണ്ടാവാം, ഹൃദയത്തിന്റെ അസുഖം കാണാം, അല്ലെങ്കിൽ ശ്വാസമുട്ടിന്റെ അസുഖമല്ല. അപ്പൊ അവർ ഉടനെ ഈ അണുബാധകളുള്ള അവസ്ഥയിൽ സർജറിക്ക് ഫിറ്റ് ആവില്ല. അങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ പിന്നീട് അവർക്ക് ആന്റിബയോട്ടിക് കൊടുത്ത് അവരുടെ രോഗാവസ്ഥ കുറഞ്ഞതിന് ശേഷം, രോഗാവസ്ഥ മാറിയതിന് ശേഷമാണ് നമ്മൾ സർജറിക്ക് എടുക്കുന്നത്. അത് ചിലപ്പോൾ എലക്റ്റീവായിട്ട് 4 ആഴ്ച കഴിഞ്ഞിട്ടോ 6 ആഴ്ചയോ ആയിരിക്കും. പക്ഷെ നല്ല ആരോഗ്യമുള്ള ഒരു രോഗികൾക്ക് ആദ്യമേ അണുബാധ കൺട്രോൾ ആകിയതിനു ശേഷം ഐഡിയലി ആ സെറ്റിംഗിൽ തന്നെ പിത്തസഞ്ചി റിമൂവ് ചെയ്യേണ്ടതാണ്. അല്ലാത്തവർക്ക് ആന്റിബയോട്ടിക് കൊടുത്ത് രോഗി കുറച്ചും കൂടെ സ്റ്റേബിൾ ആയതിനു ശേഷം 4 ആഴ്ചയോ 2 മാസമോ 3 മാസത്തിന് ശേഷം പിത്തസഞ്ചി റിമൂവ് ചെയ്യേണ്ടതാണ്. വളരെ വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. പട്ടാമ്പിയിൽ നിന്നും രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കൊരു 16 വർഷം മുമ്പ് ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്താണ് പെട്ടെന്ന് പുറമേന വന്നു. അങ്ങനെ ഞാൻ 16 വർഷം മുമ്പ് എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ഹലോ 16 വർഷം മുമ്പ് എന്ത് ചെയ്തെന്നാ പറഞ്ഞേ?
അല്ല 16 വർഷം മുമ്പാണ് എനിക്ക് ഈ കല്ല് വന്നത്. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ വന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ആ സമയത്ത് പരിശോധന നടത്തി പറഞ്ഞു ഇതാണ് കല്ലാണെന്ന് പറഞ്ഞു, സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് മെഡിസിൻ തന്നതിന് ശേഷം അത് മാറി. പിന്നീട് അതിനുശേഷം ഇതേവരെ അത് വന്നിട്ടേ ഇല്ല. പിന്നെ യാതൊരു പ്രശ്നം ഇതേവരെ ഉണ്ടായിട്ടില്ല. അന്ന് വളരെ ചെറിയ ഒന്നായിരുന്നു. അത് മെഡിസിൻ കഴിച്ചിട്ട് തന്നെ അതന്ന് ഇല്ലാതാക്കാൻ പറ്റി. അപ്പൊ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് അതിനുശേഷം ഇത്രയും കാലം വേറെ ഒരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ല. ശരി, ഞാൻ നിങ്ങളുടെ ചോദ്യം കേട്ടു. അതിനുള്ള മറുപടി ഞാൻ പറയാം. ആദ്യമേ നമ്മൾ പറഞ്ഞു പിത്തസഞ്ചിയിലെ കല്ല് എല്ലാവർക്കും സർജറി വേണ്ട എന്നുള്ളത്. ഒരിക്കൽ കല്ല് ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് കല്ല് അവിടെ ഇരുന്നത് കൊണ്ട് ഒരാൾക്ക് 100 പേർക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ 80 പേർക്കും ആ മരിക്കുന്ന വരെ കല്ല് കൊണ്ട് സാധാരണഗതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. അതായത് ആ കല്ല് അവിടെ ഇരുന്നത് കൊണ്ട് അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ സിംറ്റം ഉള്ള കല്ല് എന്ന് പറയുന്നത് വേദനയാണെങ്കിൽ അത് കല്ലിന്റെ വേദനയാവാം. ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഗ്യാസിന്റെ അൾസറിന്റെ വേദന, അത് തമ്മിൽ തിരിച്ചറിയാൻ ഇത്തിരി പാടാണ്. പക്ഷേ മഞ്ഞപ്പിത്തം, ഈ കുളിര്, ഇതേപോലെ പാൻക്രിയാറ്റൈറ്റിസ് ഇതൊക്കെ കല്ലുകൊണ്ട് ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ 50% പേർക്ക് പിന്നീട് അത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ തങ്ങൾക്ക് ആദ്യമേ ഈ പനി, കുളിര്, മഞ്ഞപ്പിത്തം ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാലക്രമേണ വീണ്ടും അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ല വേദന മാത്രമാണ് വന്നെങ്കിൽ ചിലപ്പോൾ അത് കല്ലിന്റെ വേദന ആവണമെന്നില്ല. ഇത് നമുക്ക് 100% ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കല്ല് അവിടെ ഇരിക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് 20%, അതായത് 10ൽ 2 പേർക്ക് വീണ്ടും സിംറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. ഭൂരിഭാഗം പേർക്കും കല്ല് അവിടെ ഇരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വീണ്ടും ഇതേപോലെ തന്നെ പനി, കുളിരോ മഞ്ഞപ്പിത്തോ ആയിട്ട് പിത്തസഞ്ചിക്ക് നീർക്കെട്ടായിട്ട് വരുവാണെങ്കിൽ നിർബന്ധമായിട്ടും പിത്തസഞ്ചി എടുത്ത് കളയേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറിൻ്റെ ഒരു ഭാഗത്തേക്ക് വേദന വരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, അസഹനീയമായ വേദനകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പിത്താശയ കല്ല് കൊണ്ട് ഉണ്ടാവുന്നതാണോ? അതൊരു ദഹന പ്രക്രിയയെ പിത്താശയ കല്ല് എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നുണ്ടോ? ചോദ്യം ഒന്നുകൂടെ ചോദിക്കാവോ? നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വയറിൻ്റെ ഒരു ഭാഗത്തായി വേദന ഉണ്ടാവുന്നു എന്ന് പലരും പറയുന്നതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പിത്താശയ കല്ല് കൊണ്ട് ഉണ്ടാവുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ദഹന പ്രക്രിയയെ പിത്താശയ കല്ല് ബാധിക്കുന്നുണ്ടോ? അതാണ് പറഞ്ഞത്. അതായത് പിത്തസഞ്ചിയിലെ കല്ല്, മിക്കവരും ഈ സ്കാൻ എങ്ങനെയാണ് പിത്തസഞ്ചിയിലെ കല്ല് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ സ്കാൻ ചെയ്യും. വയറുവേദനയ്ക്കായിരിക്കും സ്കാൻ ചെയ്യുന്നത്. മിക്കവാറും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയറിന് വേദന എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ പിത്തസഞ്ചിയിൽ ഒരു കല്ല് കണ്ടെത്തും. അപ്പൊ ആ വേദന എന്നുള്ളത് കല്ലിന്റെ വേദനയാണോ, കല്ലിന്റെ വേദന ആണോ, ഗ്യാസിന്റെ വേദനയാണോ എന്ന് പറയാൻ ഇത്തിരി പാടായിരിക്കും. ഭൂരിഭാഗം പേർക്കും ഈ വേദന ഗ്യാസിന്റെ വേദന തന്നെയായിരിക്കും, അല്ലെങ്കിൽ ചെറിയ അൾസർ അല്ലെ വയറിനുള്ളിൽ നീർക്കെട്ട് മാത്രമായിരിക്കും. പിത്തസഞ്ചിയിലെ കല്ലിന്റെ വേദന എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ സമയം, ഫുഡ് കഴിച്ചതിന് ശേഷം വരുന്ന വേദനയാണ് അതും. പക്ഷെ അത് കുറച്ചും കൂടെ സമയം, 1 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ അത് നീണ്ടു നിൽക്കാം. ഇത് വലയേറെ തൊടാൻ പറ്റാത്ത അത്ര വലത്ത് ഭാഗത്തായിരിക്കും വേദന. അത് വലത്ത് ഷോൾഡറിലേക്ക് യൂഷ്വലി റേഡിയേറ്റ് ചെയ്യും. അതിന്റെ കൂടെ ചിലപ്പം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വേരിയേഷനോ ചെറിയ മഞ്ഞപ്പിത്തമോ കാണും. അപ്പോൾ വയറുവേദനയ്ക്കായി സ്കാൻ ചെയ്യുമ്പോൾ പിത്തസഞ്ചിയിലെ കല്ല് കണ്ടെത്തിയാലും മിക്കവാറും അവരുടെ വേദന കല്ലുകൊണ്ടായിരിക്കില്ല. വേദന ഈ ഗ്യാസിന്റെ അസുഖമോ അല്ലെങ്കിൽ ചെറിയ അൾസറിന്റെ അസുഖം കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് പലവരും പിത്തസഞ്ചിയിലെ ഇപ്പം നമ്മൾ ഈ സ്കാൻ ചെയ്ത് കല്ല് കണ്ടെത്തുമ്പോൾ ആദ്യമേ രോഗി വിചാരിക്കുന്നത് കല്ലുകൊണ്ടാണ് വേദന എന്നുള്ളത്. അപ്പൊ പലപ്പോഴും അത് ക്ലിനിക്കലി 100% പറയാൻ പറ്റാത്തതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രോഗികളും ഓപ്പറേഷൻ കഴിഞ്ഞു, ആദ്യത്തെ 1-2 മാസത്തേക്ക് കുഴപ്പമുണ്ടായില്ല, വീണ്ടും കലശമായ വേദന എന്ന് പറഞ്ഞ് കുറെ രോഗികൾ തിരിച്ചു വരാറുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ്. അത് കല്ലും കൊണ്ടുള്ള വേദനയാവില്ല, അത് ഗ്യാസ് കൊണ്ടുള്ള വേദനയാണ്. അപ്പൊ ഗ്യാസ് കൊണ്ടുള്ള വേദന യൂഷ്വലി ഒരിക്കലും അത്ര സിവിയർ ആയിരിക്കില്ല. അത് വയറ് വീർത്ത് വരവലായിരിക്കും അതിന്റെ സിംറ്റംസ്. ഫുഡ് എടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാം. അത് 5-6 മണിക്കൂർ യൂഷ്വലി നിൽക്കാറില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ഗ്യാസിന്റെ മരുന്നുകൾ എടുക്കുമ്പോഴത്തേക്കും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആശ്വാസവും സാധാരണ കിട്ടും. ഇങ്ങനെയാണ് ഗ്യാസിന്റെ വേദനയും കല്ലിന്റെ വേദനയും സാധാരണ തമ്മിൽ തിരിച്ചറിയുന്നത്. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കാഞ്ഞങ്ങാട് നിന്നും മധു ആണ്. മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ പറഞ്ഞല്ലോ പിത്തസഞ്ചി റിമൂവ് ചെയ്യണമെന്ന്. അപ്പോൾ പിത്തസഞ്ചിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡോക്ടർ പിന്നെ നടക്കുന്നത്? പിത്തസഞ്ചി റിമൂവ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പിത്തസഞ്ചിയിലെ കല്ല് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കല്ല് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിത്തസഞ്ചി റിമൂവ് ചെയ്യുന്നത് 2 ഓപ്പറേഷൻ മാർഗങ്ങളാണ് ഉള്ളത്. ഏറ്റവും നല്ലതായി നൂതനമായി ചെയ്യുന്ന ലാപ്രോസ്കോപ്പി കോളിസിസ്റ്റക്ടമി എന്നുള്ള ഓപ്പറേഷനാണ്. ലാപ്രോസ്കോപ്പി വഴി അത് എടുത്തു മാറ്റുക. സിംറ്റം ഉള്ള ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തക്കോട്, നേരത്തെ പറഞ്ഞ പോലെ പാൻക്രിയാറ്റൈറ്റിസ് ആയിട്ടോ മഞ്ഞപ്പിത്തമായിട്ടോ പിത്തസഞ്ചിയിൽ നീർക്കെട്ടോ ആയിട്ടോ വന്ന കേസുകളിൽ നമ്മൾ പിത്തസഞ്ചി മൊത്തമായിട്ട് റിമൂവ് ചെയ്യണം.
അത് ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യുന്നത്. പക്ഷെ ചില കേസുകളിൽ നമുക്കത് ലാപ്രോസ്കോപ്പി വഴി എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒത്തിരി നീർക്കെട്ടുണ്ട്, അത് ഒട്ടിപ്പിടിച്ചാണ്ടിരിക്കുന്നെങ്കിൽ അത് ഓപ്പൺ കോളിസിസ്റ്റക്ടമി വഴിയും ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടാതെ പലപ്പോഴും ഈ രോഗാവസ്ഥ വരുന്നത് 80 വയസ്സ് കഴിഞ്ഞവര്, വല്ല ഹാർട്ടിന്റെ അസുഖമുള്ള ആളുകൾ, അതേപോലെ തന്നെ വേറെ ശ്വാസമുട്ടുള്ളവർ, ഷുഗർ ഉള്ളവർ, അങ്ങനെ ഒത്തിരി പ്രായാധികമായ വേറെ രോഗങ്ങളുള്ളവർക്കാണ് ഇത് ഈ കല്ലിന്റെ രോഗം കാണുന്നത്. അങ്ങനെയുള്ളവരിൽ ഈ നീർക്കെട്ട് വരുമ്പോൾ ജീവരക്ഷാ സർജറി എന്ന രീതിയിൽ ഒരു കോളിസിസ്റ്റോട്ടമി, അതായത് പിത്തരസം മാത്രം പുറത്തേക്ക് ഒരു ട്യൂബ് ഇട്ടിട്ട് ഒഴുക്കി കളയുന്ന സർജറിയാണ് തുടക്കത്തിൽ ചെയ്യുന്നത്. അതിനുശേഷം രോഗിയുടെ രോഗാവസ്ഥ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ ഓപ്പൺ വഴി കോളിസിസ്റ്റക്ടമി ചെയ്യാറുണ്ട്. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കല്ല് അലിയിച്ച് കളഞ്ഞു, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സർജറി അല്ലാതെ, സർജറിക്ക് മുൻപേ തന്നെ ഇത്തരം ചികിത്സാ രീതികൾ, അത് അങ്ങനെയൊരു ചികിത്സാ രീതി ഉണ്ടോ? സർജറി അല്ലാത്ത ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞില്ല. ഇപ്പൊ ഒരു കല്ല്, ഇപ്പൊ കിഡ്നിയിലെ ട്യൂബിലാണ് കല്ലെങ്കിൽ അത് ഒരു ചെറിയ ട്യൂബാണ്. അപ്പൊ അതിൽ കല്ല് വന്നു കഴിഞ്ഞാൽ രോഗി കൂടുതലും സിംറ്റമാറ്റിക് ആയിരിക്കും. അപ്പൊ അത് ആ ഒരു സൈസ് വെച്ചിട്ട് നമുക്കത് ചെണ്ടിടുകയോ റിമൂവ് ചെയ്യുകയോ പൊടിച്ചു കളയുകയോ ചെയ്യണം. പിത്തസഞ്ചി എന്നുള്ള അവയവം പിത്തരസം സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. ഇപ്പം ലിവറിൽ നിന്ന് വരുന്ന പിത്തം പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് ചിലവരത് കല്ലുണ്ടാവും. അപ്പൊ ആ കല്ല് പിത്തസഞ്ചി ഒഴുകി പോകുന്ന ട്യൂബിലോ ബ്ലോക്ക് വരുത്തുകയോ പിത്തക്കുഴലിൽ ബ്ലോക്ക് വരികയോ ചെയ്യുമ്പോഴാണ് രോഗി സാധാരണഗതിയിൽ സിംറ്റമാറ്റിക് ആയിട്ട് മാറുന്നത്. ഈ പിത്തസഞ്ചിക്കുള്ളിൽ പോയിട്ട് എൻഡോസ്കോപ്പി വഴി നമുക്ക് കല്ലെടുക്കാൻ പറ്റില്ല. അതിന് പിത്തസഞ്ചിയുടെ സർജറി തന്നെയേ ഉള്ളൂ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളൂ. പക്ഷേ പിത്തസഞ്ചിയിലെ കല്ല് കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. 80% പേർക്കും കല്ല് അവിടെ ഇരുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവില്ല. 20% പേർക്ക് മാത്രമേ ഉള്ളൂ അതിന്റെ വേറെ ഭവിഷ്യത്തുകൾ ഉണ്ടാവുള്ളൂ. അവർ മാത്രമേ ട്രീറ്റ്മെന്റ് എടുക്കണ്ടൂ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ പലവരും പറയും, നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ 3 സെന്റിമീറ്റർ കല്ലുണ്ടായിരുന്നു, 6 മാസം കഴിഞ്ഞ് പല ചികിത്സകൾക്ക് ശേഷം കല്ല് 2 സെന്റിമീറ്റർ ആയി. അപ്പൊ അതില് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റിൽ കാര്യമില്ല. കാരണം ഈ കല്ലിന്റെ വലിപ്പം എന്നുള്ളത്, പിത്തസഞ്ചി എന്നുള്ളത് മൊബൈൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പൊ അത് നോക്കുന്ന ആളനുസരിച്ച് ഇപ്പൊ കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും അതിന്റെ സൈസിൽ ചെറിയ വേരിയേഷൻ കാണാം. പിത്തസഞ്ചിയിലെ കല്ലിനേക്കാളും വലിപ്പം, അത് സിംറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിന്റെ കാര്യം. അതേപോലെ തന്നെ ചിലപ്പോൾ യുഡിലി, അതുപോലെ തന്നെ ചില മെഡിക്കൽ മാനേജ്മെന്റ് അതിന്റെ സൈസ് വലുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിയോക്സിക്കോളിക് ആസിഡ് എന്നുള്ള ചില മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അത് താൽക്കാലികമായ പ്രായമായവരിൽ മാത്രമേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം രോഗികൾ ഉണ്ടാക്കുകയില്ല. മറിച്ച് ആഹാരക്രമം, ഇതുപോലെ തന്നെ എണ്ണ വറുത്ത ആഹാരങ്ങൾ, ഷുഗറുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നടക്കുക, ഇങ്ങനെ ആഹാരക്രമങ്ങൾ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക, ഹെവി ആയിട്ടുള്ള മീൽസ് എടുക്കാതെ കുറേശ്ശെ 3 തവണ ഉള്ള ആഹാരം ഒരു 4-5 തവണയായി കുറേശ്ശെ വോളിയം കുറച്ച് കുറേശ്ശെ കൊടുത്ത് ഗോൾ ബ്ലാഡറിലുള്ള സ്ട്രെസ് ഒഴിവാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് രോഗി കുറച്ചും കൂടെ പ്രയോജനപ്രദമായിരിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ജെയ്മോനാണ്. ജെയ്മോൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഞാനൊരു എന്ന് പറഞ്ഞ ഇൻസിഡന്റലി ഇത് ഡിറ്റക്ട് ചെയ്തതാണ്. അതുപോലെ ഇപ്പം അത് മൾട്ടിപ്പിൾ കാൽക്കുലി എന്നാണ് അതിനകത്ത് റിസൾട്ട് വന്നിട്ടുള്ളത്. എന്റെ ലാർജസ്റ്റ് വൺ ഈസ് 11 millimeter. അത് എനിക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുമോ? ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, പിത്തസഞ്ചിയിലെ കല്ല് എന്നുള്ളത് കല്ല് എന്തുമാത്രം ഉണ്ട്, കല്ലിന്റെ വലിപ്പം, അത് വെച്ചിട്ടല്ല ഒരിക്കലും സർജറി പറയുന്നത്. 80% പേർക്കും കല്ലുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വയറിന്റെ വലത്തുവശത്ത് വേദന വരുന്നു, അത് 5-6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വേദനയാണ്, അത് റൈറ്റ് ഷോൾഡറിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പിത്തസഞ്ചിയിലെ കല്ല് കൂടാതെ തന്നെ കോളിസിസ്റ്റൈറ്റിസ്, അതാണ് പിത്തസഞ്ചിയിലെ നീർക്കെട്ട് എന്നുള്ളത്. ഈ രോഗാവസ്ഥയുണ്ട്. ഒരു കാര്യം, ഞാൻ ഷുഗറിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആന്റി പ്ലേറ്റ്ലെറ്റ് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അറ്റോർവാസ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ട് 40 mg. ശരി. ഇപ്പൊ നിങ്ങൾക്ക് വേറെ പല അസുഖങ്ങളും ഉള്ള ആളാണ്. അപ്പൊ ഈ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്കാനിൽ കോളിസിസ്റ്റൈറ്റിസ്, അതായത് പിത്തസഞ്ചിയിലെ നീർക്കെട്ട്, ആ അവസ്ഥ വരികയോ
പിത്തസഞ്ചിയിലെ കല്ല് കൊണ്ട് മഞ്ഞപ്പിത്തം വരികയോ ചെയ്തു കഴിഞ്ഞാൽ സർജറി ആവശ്യമുണ്ട്. അല്ലാതെ കല്ല് അവിടെ ഇരുന്നത് കൊണ്ട് ഭൂരിഭാഗം പേർക്കും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും അതുപോലെ നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങൾ വേദനയൊന്നും അങ്ങനെ കൊളസ്ട്രോളിനുള്ള മരുന്ന് ഉണ്ടാവാറില്ല. കഴിക്കുന്നുണ്ട്. അപ്പം വേദനയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു സംഭവം. മൈൽഡായിട്ടുള്ള വേദനയുണ്ടോ? വേദന വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. അത് എപ്പോഴാന്നും ഒന്നും പറയാൻ അതാണ് പറ്റില്ല. പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പിത്തസഞ്ചിയിലെ വേദന വലത്തുവശത്തായിരിക്കും. ഇപ്പം പറയുന്ന വേദന ഗ്യാസിന്റെ വേദനയാവാം, കല്ലിന്റെ വേദനയാവാം. അത് തമ്മിൽ തിരിച്ചറിയാൻ ഇത്തിരി പാടാണ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്കാനില് കോളിസിസ്റ്റൈറ്റിസ്, അതായത് പിത്തസഞ്ചിയിലെ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്യണം. അത് ഒരു 10 പേർക്ക് കല്ലുണ്ടെങ്കിൽ 8 പേർക്കും അവരുടെ ജീവിത കാലയളവിൽ ഒരിക്കലും വരില്ല. 1 2 പേർക്ക് അത് വരും. അത് ഒരിക്കലും ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോൾ ഉള്ള വേദന നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് കല്ലിന്റെ വേദനയായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ റെഗുലർ ആയിട്ട് പല അസുഖത്തിനും മരുന്ന് കഴിക്കുന്ന ആളാണല്ലോ. അപ്പം നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടറിന് കല്ലിന്റെ വേദനയായെന്ന് തോന്നിയാൽ മാത്രമേ സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ അത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. കല്ല് അവിടെ ഇരുന്നത് കൊണ്ട് മിക്കവാറും ഭൂരിഭാഗം പേർക്കും വേറെ കുഴപ്പമുണ്ടാവില്ല. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സർജറിയെ പറ്റി സംസാരിച്ചു. അപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു രോഗി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിലൊരു വിശ്രമം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? പിത്തസഞ്ചിയുടെ സർജറി എന്ന് പറഞ്ഞത്, സർജറി യൂഷ്വലി ഈ പറഞ്ഞ പോലെ ലാപ്രോസ്കോപ്പി കോളിസിസ്റ്റക്ടമിയാണ് ചെയ്യുന്നത്. സർജറി യൂഷ്വലി ചെയ്ത് കഴിഞ്ഞാൽ 2 3 ദിവസത്തിന് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഭയങ്കര രോഗാവസ്ഥയിൽ ഇപ്പൊ അണുബാധയുള്ള അവസ്ഥയിലാണ് സർജറി ചെയ്യുന്നതെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇത്തിരി കൂടുതലുണ്ട്. കാരണം നമ്മൾ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർജറി ചെയ്യുന്നത്. പക്ഷെ അണുബാധയുള്ള സമയത്ത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് സർജറി ചെയ്യുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻ ചാൻസും കൂടുതലാണ്. യൂഷ്വലി സർജറി കഴിഞ്ഞ് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ലാപ്രോസ്കോപ്പി കോളിസിസ്റ്റക്ടമി ആണെങ്കിൽ 2 3 ദിവസത്തിനാണ് ഡിസ്ചാർജ് ചെയ്യും. പേഷ്യന്റിന് ഒരാഴ്ചക്കുള്ളിൽ സാധാരണ ജീവിതക്രമത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ഓപ്പൺ കോളിസിസ്റ്റക്ടമി ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണഗതി 5 മുതൽ 7 ദിവസം കഴിഞ്ഞിട്ടാണ് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. കുറച്ച് നാളത്തേക്കും കൂടെ പേഷ്യന്റിന് ഭാരമുള്ള ആളുകൾ എടുക്കാൻ പറ്റില്ല. 3 4 ആഴ്ചയ്ക്ക് ശേഷം സാധാരണ ജീവിതക്രമത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. അതുപോലെ തന്നെ സർജറിക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റ് എന്നുള്ളത് പെട്ടെന്ന് കൂടുതൽ വെയിറ്റ് ഗെയിൻ എടുക്കാവോ വെയിറ്റ് കുറയാനോ പാടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫുൾ ടൈം ബെഡിൽ കിടക്കാതെ കുറച്ച് നടക്കുകയോ അതൊക്കെ വേണം. വീണ്ടും കെറ്റിൽ ലാപ്രോസ്കോപ്പി കോളിസിസ്റ്റമി ചെയ്തു എന്ന് വെച്ചുകൊണ്ട് പേഷ്യന്റ് അബ്സലൂട്ട് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിന്റെ ആവശ്യം ഒരിക്കലുമില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണ വറുത്ത ഫുഡ് ഐറ്റംസ്, റെഡ് മീറ്റ്, അതുപോലെ തന്നെ ഷുഗർ ഉള്ള പാനീയങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുന്നതിന്റെ അളവ് കുറച്ച് നേരം കൂട്ടുകയാണ് രോഗികൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. പിത്താശയ കല്ലുകളിൽ നീക്കം ചെയ്യാനുള്ള ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്നത് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഡെനി ജോസഫാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.